السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد تخالف للغير وحدانية في الذات أو صفاته العالية. تخالف للغير سلبيയായ സിഫത്തുകളിൽ നാലാമത്തത് മുഖാലഫത്തുല്ലിൽ ഗൈർ എന്ന് പറയുന്ന സിഫത്ത് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞാൽ ആലം രണ്ടെണ്ണല്ലേ ഉള്ളൂ മൗജൂദ്. ഒന്ന് വാജിബുൽ വജൂദായ സാനിഉൽ ആലം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്. അവൻ പ്രപഞ്ചാതീതനാണ്, പ്രാപഞ്ചിക വസ്തുക്കളിൽ പെട്ടതല്ല. അങ്ങനെയുള്ള പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്ന് പെടാത്ത സൃഷ്ടാവായ അള്ളാഹു പ്രാപഞ്ചിക വസ്തുക്കളോട് എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണ്. ഒരു പ്രപഞ്ചിക വസ്തുവിനോടും ഒരു നിരക്കും സാമ്യതയില്ല. അങ്ങനെ ആയിക്കൊള്ളണം. അഞ്ചാമത്തെ സിഫത്ത് വഹ്ദാനിയത്തുൻ, ഏകത്വം. എന്തിലൊക്കെ ഏകത്വം? ഫിൽ ദാത്തി, അവന്റെ പരിശുദ്ധ ദാത്തിൽ അവൻ ദായാണ് യഥാർത്ഥത്തിൽ. ദാ എന്ന് പറഞ്ഞാൽ ഹിസ്സിയായ മുഷാർ ഇലൈഹിക്ക് ഉപയോഗിക്കുന്നതാണ് അസല്. അതിന് തഅലീമിന് വേണ്ടി താ കൊടുത്തു ദാത്ത് എന്നാക്കി നോക്കാം, അല്ലാതെ മനസ്സിന്റെ താഴല്ലാതെ. അപ്പൊ അവന്റെ പരിശുദ്ധ ദാത്ത്, അവന്റെ സത്ത. ഔ സിഫാത്തിഹി, അള്ളാഹുവിന്റെ വാജിബായ പരിശുദ്ധമായ സിഫത്തുകളിലും ഒരുവനാണ്. ഇനി അഫ്ആല് വേറെ പറയും. എങ്ങനത്തെ സിഫത്തുകൾ? അൽ അലിയത്തി, അത് പടപ്പുകളിൽപ്പെട്ട പടപ്പിന്റെ സിഫത്തുകളെ പോലെയൊന്നും അല്ല. പടപ്പുകളിൽ നിന്നിട്ടോ വ്യത്യസ്തമായി അത്യുന്നതങ്ങളായ അവന്റെ സിഫത്തുകളിലും അവന്റെ ദാത്തിലും വഹദാനിയത്ത്. ഇനി അടുത്ത ബൈത്ത് പറയും അഫ്ആലിലും വഹദാനിയത്ത്. ഇങ്ങനെ 5 സിഫത്തുകളാണ് സൽബിയത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിന് അനുയോജ്യമല്ലാത്ത ഗുണങ്ങളെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ് എന്ന ആശയമാണ് സൽബിയ സിഫത്തുകൾ കൊടുക്കുന്നത്. അല്ലാതെ ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത് ഒക്കെ പോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിൽ നിലകൊള്ളുന്ന സിഫത്തുകളല്ല സൽബിയാത്ത്. മറിച്ച് അള്ളാഹുവിന്റെ ദാത്തിന് അനുയോജ്യമല്ലാത്ത ഐബിന്റെ നഖ്സിന്റെ സിഫത്തുകളെ തൊട്ട് അവൻ പരിശുദ്ധനാണ്, അത്തരം സിഫത്തുകളൊന്നും ഇല്ലാത്തവനാണ് എന്നാ പറയുന്നത്. അതാണ് സെൽബിന്റെ സിഫത്ത് എന്ന് പറഞ്ഞത്, അഥവാ നഫീന്റെ സിഫത്ത്. ഷറഹ് തഖാലുഫുല്ലിൽ ഗൈരി എന്ന് പറഞ്ഞോർത്ത് ഷറഹെടുക്കുന്നത് 4-മത്തെ സിഫത്ത് അൽ മുഖാലഫത്തു ലിൽ ഹവാദിസി എന്ന. റാബിഉ സിഫാത്തി സൽബിയത്തി, സൽബിയായ 5 സിഫത്തുകളിൽ നിന്ന് 4-മത്തെ സിഫത്ത് തഖാലുഫുല്ലിൽ ഗൈരി എന്ന് പറഞ്ഞാൽ മുഖാലഫത്തുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തനായവനാണ് ലിഗൈരിഹി, മറ്റെല്ലാ വസ്തുക്കളോടും. മറ്റുള്ള വസ്തുക്കൾ എങ്ങനെയാണ്? മിനൽ ഹവാദിസ്, എല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്. ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായവനല്ലാതെ വാജിബുൽ വജൂദായ ഒരുവനായ അള്ളാഹു. മറ്റ് സൃഷ്ടിജാലങ്ങളെല്ലാം ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായ ഹാദിസുകളാണ്. ആ ഹാദിസുകളോട് ഖദീമായ അള്ളാഹു എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായവനാണ്. ഒമാനാഹ, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇത് മുഖാലഫത്തുഹു തആല ലിഗൈരിഹി മിനൽ ഹവാദിസി, അള്ളാഹു എല്ലാ പടപ്പുകളെ തൊട്ടും വ്യത്യസ്തനായവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്മുൽ മുവാഫഖത്തി ലിശൈഇൻ മിനൽ ഹവാദിസ്, ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതായ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട എല്ലാ സൃഷ്ടികളോടും വ്യത്യസ്തനാണ്, ഒന്നിനോടും യോജിക്കുന്നില്ല. അപ്പൊ സൃഷ്ടി വേറെ, സൃഷ്ടാവ് വേറെ. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ തുല്യമാവുന്ന ഒരു പോയിന്റും ഇല്ല. അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ ആലം അഥവാ മാസിബൽ ബാരി,
സൃഷ്ടാവല്ലാത്ത മൊത്തം ഈ പ്രപഞ്ചം 3 തരത്തിലായിട്ട് തരംതിരിക്കാൻ കഴിയും. ഒന്ന് ജൗഹർ, നേരത്തെ പറഞ്ഞതാണ്. ഒന്ന് ജൗഹർ, 2 അർള്, 3 ഈ ജൗഹറും അർളും കൂടി മുറക്കബായ ജിർമ് അഥവാ ജിസ്മ്. പ്രാപഞ്ചിക വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു അന്വേഷണത്തിന് തുനിഞ്ഞാൽ ഈ 3ആയിട്ടാണ് കാണാം. ഒന്നുകിൽ ജൗഹറാണ്. ജൗഹർ എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല എന്നാണ്, സ്വയം നിലനിൽക്കുന്നത്. രണ്ടാമത്തത് അർള്, സ്വയം നിലനിൽക്കാൻ മറ്റൊരു ജൗഹറിലേക്ക് ആവശ്യമാവും. അത് രണ്ടും കൂടി, ജൗഹറുകളും അർളും കൂടി ഒരുമിച്ച് കൂട്ടപ്പെട്ടത്, അതിന് ജിർമ് എന്നോ ജിസ്മ് എന്നോ പറയും. ഇതിൽ പെടാത്തത് ഈ ആലത്തിലില്ല. അപ്പൊ ആലത്തിന്റെ ഈ അവസ്ഥ ഒരിക്കലും അള്ളാഹുവിനില്ല. അള്ളാഹു ജൗഹറല്ല, അർളല്ല, അവ കൊണ്ട് മുറക്കമാക്കപ്പെട്ട ജിർമോ ജിസ്മോ അല്ല. എല്ലാ അർത്ഥത്തിലും ഈ പ്രപഞ്ചവുമായിട്ട് വ്യത്യസ്തനായവനാണവൻ. അത് ആകയാൽ ഫലൈസ തആല ബിജൗഹരിൻ, ഇവിടെ ജൗഹർ ഫർദ് എന്നാ പറയാ, ഒറ്റവാക്കിൽ. ജൗഹർ ഫർദ് പറഞ്ഞാൽ ജുസുല്ലാത്ത ജസ എന്ന് പറയുന്നത്, അത് ജുസ്മിന്റെ ഏറ്റവും ചെറിയ ഒരു ജുസ് ആണ്. അതിന് നിലനിൽക്കാൻ ഒരു മക്കാന് വേണം എന്നല്ല. ബൽ അഖസ്സുൽ അശ്യാഇ ദാത്തൻ, വസ്തുക്കളിൽ ഏറ്റവും നിസ്സാരമായ ദാത്തുള്ള വസ്തുവാണ് ജൗഹറുൽ ഫർദ് എന്ന് പറയുന്നത്. അള്ളാഹു തആല അങ്ങനെ വരാൻ പാടുണ്ടോ? ഒരിക്കലും വരാൻ പറ്റൂല. കാരണം അള്ളാഹു തആലയേക്കാൾ ഉന്നതനായ, മേലെയായ, മഹത്തായ ഒരു വസ്തുവും ഒരു ആളും ഇല്ല. അപ്പൊ ഏറ്റവും നിസ്സാരമായ ഒരു ഹയ്യസിലേക്ക് ആവശ്യമുള്ള ജൗഹറല്ല അള്ളാഹു തആല. വല ജിസ്മിൻ, ജിസ്മു അല്ല അള്ളാഹു തആല. ജിസ്മു എന്ന് പറഞ്ഞാൽ എന്താ? ജിസ്മു എന്ന് പറഞ്ഞാൽ മുറക്കബൈക്കാരം. ജിസ്മ മുറക്കബുൻ ഇമ്മാ മിൻ അജ്സാഇൻ അഖലിയ, അഖലിയായ ജിസുകളെ കൊണ്ട് മുറക്കബായത്. ജിൻസ് ഫസ്ലുകാരൻ ഇൻസാൻ പോലെ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഹയവാന്, നാത്തിഖ്. ഹയവാൻ എന്ന് പറയുന്ന ജിൻസ് കരീബും നാത്തിഖ് എന്ന ഫസ്ലു കരീബോട് കൂടി മുറക്കബാക്കിയിട്ട് പറയുന്ന ഹയവാൻ നാത്തിഖ് എന്നതാണ് ഇൻസാന്റെ ഹഖീഖത്ത്. അപ്പോൾ ഹയവാന് എന്ന് പറഞ്ഞതും നാത്തിഖ് എന്ന് പറഞ്ഞതും അത് അഖലിയായ ജുസുകളാണ്. നോക്കിയാൽ നമുക്ക് മേടിച്ച് കാണൂല. അല്ലെങ്കിൽ പിന്നെ ഔ മിൻ അജ്സാഇൻ വുജൂദിയ്യത്തിൻ, ഖാരിജിൽ മൗജൂദായ ജുസ്, അഖലിയല്ല, ഖാരിജിൽ മൗജൂദായ ജുസുകളെ കൊണ്ട്. പക്ഷെ നമ്മളെ മദ്ഹബല്ല, ഹയൂല സൂറത്ത് കൊണ്ട് മുറക്കബാണ് ജിസ്മ് എന്നാണ് ഫലാസിഫത്ത് പറയുന്നത്. നമ്മൾ ആ മദ്ഹബിനെ അംഗീകരിക്കുന്നില്ല. ഇനി ഔ മിൻ ജൗഹരിൽ ഫർദി, എന്താ ജൗഹറുൽ ഫർദ് എന്നാൽ ജുസുല്ലാത്ത ജസ. ഇങ്ങനെ ചുരുങ്ങിയത് ഒരു ജിസ്മുണ്ടാവാൻ എത്ര ജുസുല്ലാത്ത ജസ വേണം എന്ന അഭിപ്രായങ്ങൾ ശറഅ ഖായിദയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ജുസുല്ലാത്ത ജസ എങ്കിലും കൂടണം. 2 ജുസുല്ലാത്ത ജസ എങ്കിലും കൂടിയെങ്കിലേ ഒരു ജിസ്മുണ്ടാവുള്ളൂ. അപ്പൊ അത് മുറക്കബ. മുറക്കബിനുള്ള പ്രത്യേകത എന്താ? അതിന്റെ 2 ജുസിലേക്കും അന്യോന്യം ആവശ്യമാവും. അപ്പൊ എഹ്തിയാജ് ഉണ്ട് എന്നുള്ള. അള്ളാഹു തആല മറ്റൊന്നിലേക്ക് എഹ്തിയാജ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ജിസ്മല്ല. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, ഔ മിൻ അജ്സാഇ മിഖ്ദാരിയ. മിഖ്ദാരിയ ജുസുകൾ അംദാദ് സലാസ്, 3 നീളം വലുപ്പങ്ങൾ. അതായത് അതിന് അത്തൂല വൽ അർള വൽ ഉംഖ, നീളം, വീതി, ആയം. അത് അജ്സാ മിഖ്ദാരിയ. ഇവിടെ 4 തരത്തിലുള്ള മുറക്കബ് പറഞ്ഞു. ഒന്ന് അജ്സായ അഖലി കൊണ്ടുള്ള മുറക്കബ്, 2 അജ്സായ വുജൂദി കൊണ്ടിട്ടുള്ള മുറക്കബ്, 3 ജൗഹർ ഫർദ് കൊണ്ടുള്ള മുറക്കബ്, 4 മിഖ്ദാരിയായ ജുസുകളെ കൊണ്ടുള്ള മുറക്കബ്. ഈ ഒരു മുറക്കബും ആവാത്ത 4 മുറക്കബായിട്ടേ ജിസ്മ് വരുള്ളൂ. അള്ളാഹു തആല മുറക്കബാവൽ കുല്ലു മുറക്കബിൻ യഹ്താജു ഇലാ ജുസിഹി വകുല്ലു മുഹ്താജ് മുംകിൻ. അള്ളാഹു തആല ജിസ്മാൻ എന്ന് പറഞ്ഞാൽ മുറക്കബാണെന്ന് വരും.
മുറക്കബിൽ ഒരു ജുസ് മറ്റേ ജുസിലേക്കും ആ ജുസ് ഇങ്ങേ ജുസിലേക്കും ഹാജത്ത് ഉണ്ടാവും. അന്യോന്യം ആവശ്യമുണ്ടാവുമ്പോൾ അത് വാജിബല്ല, അത് മുംകിനാണ് എന്ന് വരും. മുംകിനാണെങ്കിലോ ഇല്ലായ്മയിൽ ഉണ്ടായതാണ്. അപ്പൊ ജിസ്മാകാൻ നിവൃത്തിയില്ല. ജിസ്മാണെങ്കിൽ ഈ നാലാലൊരു ജുസുകളെ കൊണ്ടിട്ട് മുറക്കമായിരിക്കും. മുറക്കം എപ്പോഴും അജ്സായിലേക്ക് ഹാജത്തുണ്ട്. മറ്റൊന്നിലേക്ക് ഹാജത്ത് ഉണ്ടാകുക എന്നത് മുംകിനിന്റെ അടയാളമാണ്. അപ്പൊ അള്ളാഹു തആല മുംകിനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല വാജിബുൽ വജൂദാണെന്ന് നേരത്തെ നമ്മൾ ദലീലിലൂടെ സുബൂത്താക്കിയതാ. വലാ അർളിൻ, അള്ളാഹു തആല ലൈസ തആല ബിജൗഹരിൻ വലാ ജിസ്മിൻ. ഇനി ജിസ്മിൽ ഖായിമാവുന്ന അർളുമല്ല. അർളിനുള്ള പ്രത്യേകത എന്താ? അർള് സ്വന്തം നിലക്കൂല, അതിന് നിലനിൽക്കാൻ വേറൊരു അതിലേക്ക് ആവശ്യം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇന്നലത്തെ പാഠം കുറച്ച് സ്പീഡിൽ പോയി, അത് കുറച്ച് മോശമായി പോയി തോന്നി. അങ്ങനെ സ്പീഡ് പോയാല് മൂജാമാർക്ക് അതൊക്കെ തിരിയും. അതേ സമയത്ത് അധികം ഓതാത്തോലും ചിലപ്പോമാണെങ്കിൽ ഇത് കയറിയിട്ടുണ്ടാവുമല്ലോ, ഓൽക്ക് ഒരു പിടുത്തും കിട്ടൂല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് പതുക്കെ പറയണെന്ന്. അള്ളാഹു തആല അർളല്ല എന്ന് നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞു. അർളായാൽ ഒരു അർളിൽ മറ്റൊരു അർള് നടക്കൂല. അപ്പൊ അള്ളാഹുവിന്റെ ദാത്ത് ഒരു അർളാണെങ്കിൽ ആ അർളിന് ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ് തുടങ്ങിയ വുജൂദിയായ ശക്തികൾ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല ഇഹ്തിയാജ് ഉണ്ടാകും. അർള് എപ്പോഴും ഒരു ദാത്തിലേക്ക് ഹാജത്തുള്ളതാണ്. ഖായിമാകാൻ ഒരു മഹല്ലിലേക്ക് ആവശ്യമുള്ളതാണ് അർള് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുംകിന്, മറ്റൊന്നിലേക്ക് ഹാജത്തുള്ള ഒക്കെ മുംകിനാണ്. അപ്പൊ അർളാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മുംകിനാണെന്ന് പറയേണ്ടി വരും. എന്നാ വലാ മുതഹർരികിൻ വലാ സാകിനിൻ, ഈ ആലമിലെ പ്രാപഞ്ചിക വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ ഒന്നിരിക്കൽ ചലിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിശ്ചലമായിരിക്കും. മുതഹരിക്കൊക്കെ ചലിക്കുന്നതാ, ചലനാത്മകമായതാ. സാക്കിൻ തന്നെ നിശ്ചലമായതോ. ഇത് രണ്ടും പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രത്യേക അർളുകളാണ്. അള്ളാഹു തആല അർളല്ല എന്ന് വരുമ്പോ തന്നെ അള്ളാഹു തആല മുതഹരിക്കും അല്ല സാക്കിനും അല്ല എന്ന് പറയും. അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാല് ഈ ആലത്തിൽ പ്രാപഞ്ചിക വസ്തുക്കളിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തആല പ്രപഞ്ചാതീതനാണ്. പ്രാപഞ്ചിക വസ്തുക്കളുടെ ഗുണമാവുന്ന ഹർക്കത്ത് അല്ലെങ്കിൽ സുക്കൂന് എന്ന് പറയുന്നത് പ്രപഞ്ചാതീതനായ അള്ളാഹുവിനില്ല. എന്നതുപോലെ വലാ യൂസഫു തആല, അള്ളാഹു തആലാക്ക് വിശേഷണം നൽകപ്പെടൂല, സിഫത്ത് പറയപ്പെടൂല. ബിൽ കിബരി വലാ ബിസ്സിഗരി, അതും പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രത്യേകത. ഒന്നിരിക്കും ചെറുതാണ് അല്ലെങ്കിൽ വലുതാണ്. ചെറുതാകുക എന്ന് പറയുന്നത് ജുസുല്ലാത്ത ജസകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ചെറുതാവും, ജുസുല്ലാത്ത ജസകളുടെ വർധനവിനനുസരിച്ച് വലുതാവും. അല്ലാഹു തആല ജുസുല്ലാത്ത ജസ അല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതല്ലാത്തത് കൊണ്ട് തന്നെ ചെറുതാകുക വലുതാകുക, ഒന്നിരിക്കൽ ചെറുത് അല്ലെങ്കിൽ വലുതല്ലാത്ത ഒന്നുണ്ടാവുമോ? അതായത് പ്രാപഞ്ചിക വസ്തുക്കളിൽ രണ്ടാലൊന്നേ ഉണ്ടാവുള്ളൂ. ഒന്നിരിക്കൽ ചെറുത് അല്ലെങ്കിൽ വലുത്. ചെറുതും അല്ല വലുതും അല്ല എന്ന് പറയുന്ന പ്രാപഞ്ചിക വസ്തുക്കൾ. അള്ളാഹു തആല പ്രാപഞ്ചിക വസ്തുക്കളിൽപ്പെട്ടവനല്ല, അള്ളാഹു പ്രപഞ്ചാതീതനാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചിക വസ്തുക്കളുടെ പ്രത്യേകതയോ ഒന്ന് ചെറുതാകുക ഒന്ന് വലുതാകുക എന്ന് പറയുന്ന അതും അള്ളാഹുവിനില്ല. എന്നതുപോലെ വലാ ബിൽ ഫൗഖിയത്തി വലാ ബിത്തഹ്തിയത്തി, മേലെയാണ് താഴെയാണ് അതും പറയാൻ പറ്റൂല. നമ്മളെ സാധു വഹാബികൾ പറയും പോലെ ആകാശത്തിലാണെന്നോ അർശുമലാണെന്നൊക്കെ പറഞ്ഞാൽ മേലെയാണെന്നല്ലേ. അങ്ങനെ ഒരു മക്കാനില്ല അള്ളാഹു തആലക്ക്. കാരണം എന്താ? മക്കാനൊക്കെ അള്ളാഹ് പടച്ച മഖ്ലൂഖാണ്. പണ്ട് മക്കാനും ഇല്ല സമാനുമില്ല. അസിലിൽ മക്കാനുമില്ല സമാനുമില്ല. അള്ളാഹു തആല അസിലേ ഉണ്ട്. മക്കാൻ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു തആല ഉണ്ട്, മക്കാൻ പടച്ചതിന്റെ ശേഷവും അള്ളാഹു തആല ഉണ്ട്, സമാൻ പടച്ചതിന്റെ ശേഷവും അള്ളാഹു തആല ഉണ്ട്, സമാൻ പടക്കുന്നതിന് മുമ്പും അള്ളാഹു തആല ഉണ്ട്. അള്ളാഹു തആലക്ക് ഒരിക്കലും സമാനിലേക്കും ആവശ്യമില്ല, മക്കാനിലേക്കും ആവശ്യമില്ല. അങ്ങനെ വരുമ്പോ പിന്നെ ഒന്ന് ഫൗക്കിലാണെന്നോ തഹ്തിലാണെന്നോ പറയാൻ കഴിയൂല അള്ളാഹു തആല. എന്നാ എല്ലായിടത്തും ആണെന്ന് പറയാൻ പറ്റുമോ? അത് അത്രയും പറയാൻ പറ്റൂല. എല്ലായിടത്തും ആണ് അള്ളാഹു തആല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലായിടത്തും. അതിന്റെ അർത്ഥം എന്താ? അതിന് തന്നെ അയിമത്തനും വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്.
എല്ലായിടത്തും ആണ്. പ്രത്യേകം ഒരു സ്ഥലവുമായി അള്ളാഹു തആലക്ക് ബന്ധമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് തിരിയേണ്ട ഭാഷയിൽ എല്ലായിടത്തും ആണ്. എല്ലായിടത്തും തന്നെ ഒരു പ്രത്യേക സ്ഥലത്തല്ല എന്നല്ലേ. അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു തആലയുടെ ദാത്ത് മൗജൂദാണ് എന്ന് നോക്കാൻ പറ്റൂല. അങ്ങനെ വന്നാൽ കക്കൂസിലും മാലിന്യങ്ങളിലും അഴുക്കുകളിലും എല്ലായിടത്തും അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തുണ്ട് എന്ന് പറയേണ്ടി വരൂലേ. അള്ളാഹു തആല ഈ ആലമിനെ തൊട്ട് തന്നെ മുഖാലിഫാണ്. അതിൽ സമാനെന്നോ മക്കാനെന്നോ വ്യത്യാസം ഒക്കെ ആഴത്തിൽപ്പെട്ടതാണ്. സമാനും ആഴത്തിൽപ്പെട്ടതാണ്, മക്കാനും ആഴത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വലാ ബിൽ ഹുലൂലി ഫിൽ അംകിന, ഏതെങ്കിലും ഒരു മക്കാനിൽ ഇറങ്ങി എന്ന് പറയാനും പറ്റൂല. കാരണം അപ്പൊ മക്കാനിലേക്ക് ആവശ്യമുണ്ട് എന്ന് വരും. അള്ളാഹു തആല ഏതെങ്കിലും ഒരു മക്കാനിൽ ഹാലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു തആല മക്കാനിലേക്ക് ആവശ്യമുണ്ട് എന്നല്ലേ. അപ്പൊ അള്ളാഹു തആല ഇഹ്തിയാജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാദിസാണ്. അപ്പൊ ഹുദൂസിന്റെ രാമത്താണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മക്കാനിൽ ഇറങ്ങിയാൽ എന്തുണ്ടാവും? മുൻഭാഗം, പിൻഭാഗം, ഇടത് ഭാഗം, വലത് ഭാഗം, ഇങ്ങനെ 4 ഭാഗത്തിലേക്ക് ഉള്ള ഒരു സ്ഥലത്തിന്റെ ഹയ്യിസ് സ്വീകരിക്കും. അങ്ങനെ വരുമ്പം ഈ ജിഹാത്ത് അർബഅത്തിലേക്ക് ആവശ്യമുണ്ട്. എല്ലാ മക്കാനെയും എല്ലാ സമാനെയും സൃഷ്ടിച്ചവൻ അവനാണ്. അവൻ ഒരു മക്കാനിലേക്കും ഒരു സമാനിലേക്കും ഹജത്തില്ല. ഇനി വലാ ബിൽ ഇത്തിഹാദി വലാ ബിൽ ഇത്തിസാലി, അല്ലാഹു തആല ഏതെങ്കിലും ഒരു പടപ്പിൽ മുത്തസിലാണ്, മുത്തഹിദാണ്. അവതാരവാദം ഹുലൂൽ ഇത്തിഹാദ് എന്ന് പറയും. ചില വ്യാജ തരീഖത്തുകാര് പറയാറുണ്ട്, ഷെയ്ഖ് മുറാഖബയിലൂടെ ദിക്ർ ഫിക്റിലൂടെ ഉയർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകൾ അയാളിൽ അവതരിക്കും. അങ്ങനെ അത് കൂടി അള്ളാഹു ഏത് ഷെയ്ഖ് ഏത് എന്ന് തിരിച്ചറിയാതാവും. അതിന് ഉദാഹരണം പറയാ, ഒരു തീയിൽ ഒരു ഇരുമ്പ് കൊണ്ടുപോയിടുന്നു. ഈ ഇരുമ്പ് ഈ തീയിൽ കടന്ന് ചൂടായി ഇത് പഴുത്ത് തീ പോലെയായി. ഇപ്പൊ തീ വേറെ ഇരുമ്പ് വേറെ എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് തീയിന്റെ എല്ലാ സിഫത്തുകളും ഈ ഇരുമ്പിൽ വരുന്നത് പോലെ ഒരു ഷെയ്ഖിൽ അല്ലാഹു തആല ഹുലൂൽ ചെയ്യും. അപ്പൊ അള്ളാഹു ഏത് ഈ ഷെയ്ഖ് ഏത് എന്ന് തിരിച്ചറിയാത്ത വരും. അങ്ങനെ ഷെയ്ഖ് പടച്ചോനാണ് എന്നൊക്കെ പറയുന്നത്. ആ ഇത്തിഹാദ് വന്നാൽ അള്ളാഹു തആലയും ആ പടപ്പിനെ പോലത്തെ ഒരു പടപ്പാണെന്ന് വരും. അപ്പോ അള്ളാഹു തആല ഇഹ്തിയാജ് ഉണ്ട് എന്ന് വരും. ഇഹ്തിയാജ് ഉള്ളവൻ ഹാദിസാണ് എന്നുള്ളതിന്റെ അടയാളം. അപ്പൊ അള്ളാഹു തആല ഹാദിസാണ് പറയേണ്ടി വരും. എന്നല്ല വലാ ബിൽ ഇൻഫിസാലി, ഇന്ന വസ്തുവിനോട് ചേർന്നതാണെന്നോ ഇന്ന വസ്തുവിൽ നിന്നിട്ട് വേർതിരിഞ്ഞതാണെന്നോ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? അള്ളാഹു തആല പ്രപഞ്ചാതീതനാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് ചേർന്നിരിക്കുക, ഒരു വസ്തു മറ്റേ വസ്തുവിൽ നിന്നിട്ട് വേർപിരിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്ന പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രത്യേകതകളാണ്. ആ പ്രത്യേകതകളൊന്നും അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. വലാ ബിൽ യമീനി വലാ ബിശ്ശിമാലി, വലത് ഭാഗമെന്നോ ഇടത് ഭാഗമെന്നോ അതും പറയാൻ പറ്റൂല. വഹാബികൾ പറയും പോലെ അല്ലാഹു തആലക്ക് 2 കൈയുണ്ട്, 2 കൈയും വലത്തുവർത്താണ് എന്ന് പറയുന്നത് വലത് പുറം ഇടത് പുറം എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് മുഹാലാണ്. അതൊക്കെ ജിസ്മുകളുടെ പ്രത്യേകതയാണ്. അല്ലാഹു തആല ജിസ്മല്ല. അതുപോലെ തന്നെ വലാ ബിൽ ഖൽഫി വലാ ബിൽ അമാം, അള്ളാഹുവിന്റെ മുമ്പില് അള്ളാഹുവിന്റെ പിന്നില് അങ്ങനെയും പറയാൻ പറ്റൂല. എന്നല്ല, ചുരുക്കി പറഞ്ഞാൽ വലാ ബിഗൈരി ദാലിക മിൻ സിഫാത്തിൽ ഹവാദിസി, പ്രാപഞ്ചിക വസ്തുക്കളുടെ പ്രത്യേകതകളിൽപ്പെട്ട ഒറ്റ സിഫത്തും എണ്ണി പറയേണ്ട ആവശ്യമില്ല. പ്രാപഞ്ചിക വസ്തുക്കളുടേതായി വരുന്ന ഗുണങ്ങൾ സിഫത്തുകൾ എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ള എല്ലാ സിഫത്തുകളെ തൊട്ടും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനായവനാണവൻ. അല്ലാഹു തആല പറഞ്ഞിട്ട് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അല്ലാഹുവിന് സമാനമായി സാമ്യമായി ഒരു വസ്തുവേ ഇല്ല. ലോകത്തുള്ള ഒരു വസ്തുവിനോടും അല്ലാഹു തആല സാമ്യമാവുക സമാനമാവുക എന്നത് അസംഭവ്യമാണ്. ദലീൽ മുഖാലഫത്തിഹി തആല ലിൽ ഹവാദിസി, അല്ലാഹു തആല പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തനാണ്. അഥവാ ഇല്ലായ്മയിൽ നിന്നുണ്ടായ
എല്ലാ ഹാദിസായ വസ്തുക്കളിൽ നിന്നിട്ടും വ്യത്യസ്തനായവനാണ് എന്നതിന്റെ ദലീൽ ഇത്. ലൗകാന മുമാസിലൻ ലഹാ, ഈ ഹവാദിസിനോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു തആല തുല്യമാണെങ്കിൽ ലവജബ ലഹു തആല, അള്ളാഹു തആലക്ക് അനിവാര്യമായി വരും മാ വജബ ലഹ, ആ വസ്തുവിന് അനിവാര്യമായത് എന്താണത്? അല്ലാത്ത എല്ലാ വസ്തുക്കളും ഹാദിസാണല്ലോ. അപ്പോ അള്ളാഹു ഹാദിസാണെന്ന് വരേണ്ടി വരും എന്നല്ല. ഒരു ഇഫ്തിഖാർ, അല്ലാത്ത എല്ലാ വസ്തുക്കളും ഉണ്ടാവാൻ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അപ്പൊ അള്ളാഹു തആല മറ്റൊന്നിലേക്ക് ആശ്രയിക്കുന്നു എന്ന് വരും. അതായിരിക്കും മുഹാലുൻ. അള്ളാഹു തആല ഹാദിസാണെന്ന് വന്നാലും മറ്റൊന്നിലേക്ക് ആവശ്യമുള്ളതാണെന്ന് വന്നാലും ഒന്നിരിക്കൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുല് വരും. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ദൗറ് വരലും മുഹാലാണ്, തസൽസുല് വരലും മുഹാലാണ്. മുഹാലിനെ ലാസിമാക്കുന്നത് മുഹാലാണ്. എങ്ങനെ ഇവിടെ മുഹാൽ ലാസിമാകുന്നത്? അള്ളാഹു തആല പടപ്പുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പടപ്പിനോട് മുമാസിലാകുക, സാമ്യമാകുക, തുല്യമാകുക. അങ്ങനെ തുല്യമായാൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുൽ വരും. മുഹാലായ ദൗറും തസൽസുലും വരലിനെ ലാസിമാക്കുന്ന മുമാസലത്ത് അതും മുഹാലാണ്. അപ്പൊ അല്ലാഹു തആല മുഖാലഫത്തുള്ളവനാണ്. വായനം നീ മനസ്സിലാക്കിക്കൊള്ളണം. അന്നൽ ആലമ, ഈ പ്രപഞ്ചം മൊത്തം, മാസിവൽ ബാരി എന്നാണ് ആലമിന്റെ അർത്ഥം പറയാം. അള്ളാഹു അല്ലാത്ത സകലമാന സൃഷ്ടികളും വൈൻ അളുമ ഫീ നഫ്സി, സ്വന്തം നോക്കുമ്പോ വലിയ മഹത്തായതാ. കവി പറഞ്ഞില്ലേ, അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറഞ്ഞ അനന്ത അജ്ഞാതം അവർണ്ണനീയമായ ഈ പ്രപഞ്ചം അതിമഹത്താണ്. കൊച്ചാക്കണ്ട, യഥാർത്ഥത്തിൽ അത് വലിയ മഹത്തരമായ ഒരു സൃഷ്ടി സംവിധാനമാണെങ്കിലും അള്ളാഹുവിന്റെ സ്ഥാനത്തിന്റെ മഹത്വം കൊള്ള താരതമ്യം ചെയ്യുമ്പോൾ ലൈസ ബിശൈഇൻ, ഈ പ്രപഞ്ചം എന്നത് എണ്ണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല, അത്രയും നിസ്സാര. ഈ പ്രപഞ്ചം ആകെ ഈ രീതിയിൽ സൃഷ്ടിച്ച് സംവിധാനിക്കാൻ ആകെ അല്ലാഹു തആല എന്താ പിന്നെ അല്ലാഹു തആല അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വേണ്ടുക വെക്കേണ്ട ഒറ്റ താമസം സെക്കൻഡ് ഇടയിൽ എല്ലാം ഉണ്ടാവും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു നിമിഷാർദ്ധത്തിന്റെ പോലും ആവശ്യമില്ലാത്ത അത്രയും നിസ്സാരമാണ് ഈ പ്രപഞ്ചം. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാലേ മനസ്സിലാവും ഈ പ്രപഞ്ചം എത്ര മഹത്തരമായി എണ്ണപ്പെടുന്നുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് കൊള്ള ചേർത്ത് നോക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊള്ള ചേർത്ത് നോക്കുമ്പോൾ വളരെ 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 നിസ്സാരമാണ്. അലിയുൽ കബീർ, പിന്നെ എങ്ങനെ ഇത്രയും നിസ്സാരമാണ് ഈ പ്രപഞ്ചം എങ്കിൽ മഹാനായ അത്യുന്നതനായ റബ്ബ് തആല എങ്ങനെയാവും? എങ്ങനത്തെ റബ്ബ്? അൽ ഖദീം, തുടക്കമില്ലാത്തവനും, അൽ ഖദീർ, സർവശക്തൻ, ഉദ്ദേശിച്ചതൊക്കെ ഉദ്ദേശിച്ചതുപോലെ ചെയ്യാൻ കഴിയാന്നാണ് ഖുദ്റത്തിന്റെ ഖദീറിന്റെ അർത്ഥം. എങ്ങനെ അല്ലാഹു തആല ഹാലൻ, ഈ നിസ്സാരമായ പ്രപഞ്ചത്തിൽ മഹാനായ അല്ലാഹു തആല എങ്ങനെ അവതരിക്കും? അല്ലെങ്കിൽ ആ മുത്തസിലൻ, അല്ലെങ്കിൽ ഇത്രയും മഹാനായ അത്യുന്നതനായ സർവശക്തനായ അല്ലാഹു നിസ്സാരമായ ഈ ഭൗതിക ലോകത്തിൽപ്പെട്ട ഈ പ്രപഞ്ചത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിനോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഈ പ്രപഞ്ച വസ്തുവിനെ തൊട്ട് മുൻഫസിൽ വേർപിരിഞ്ഞ് നിൽക്കും. ഔ മുസ്തഖിറൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നവനാവും. അവൻ ജിഹത്തിൻ, അല്ലെങ്കിൽ ഹഖീർ, ഈ നിസ്സാരമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്താകുന്ന എങ്ങനെ? എങ്ങനത്തെ പ്രപഞ്ചം? അൽ ഹാദിസിൽ ഫഖീർ, ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ്, സ്വയമായി ഒന്നിനും കഴിവില്ല, എല്ലാത്തിനും സൃഷ്ടാവായ അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അപ്പോ ഒരു നിലക്കും പ്രപഞ്ചവുമായി ബന്ധപ്പെടാത്ത, പ്രപഞ്ചത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു പ്രത്യേകതയുമില്ലാത്ത പ്രപഞ്ചിക വസ്തുക്കളിൽ നിന്നിട്ട് 100% വ്യതിരിക്തനായ, ഒരു തുടക്കവും അവസാനവുമില്ലാത്ത വാജിബുൽ വജൂദായ സർവശക്തനായ ഒരാളെയും ഒന്നിനും ആശ്രയിക്കാത്തവനായ റബ്ബ് ഈ പ്രാപഞ്ചിക വസ്തുക്കളോട് എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമായവനാണ്. ഒരു നിലക്കുള്ള സാമ്യതയുമില്ല. അല്ലാഹു തആലക്ക് സാമ്യമാകാനോ ബന്ധപ്പെടാനോ മാത്രം പ്രസക്തമല്ല. അള്ളാഹുവിലേക്കുള്ള ചേർത്ത് നോക്കുമ്പോൾ ഈ പ്രപഞ്ചം അത്രയും നിസ്സാരമാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായ സൃഷ്ടിയാവുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവനോ കൂടെ നിൽക്കുന്നവനോ അതുമായി വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ
എല്ലാത്തിലും അത്യുന്നതനായ മഹാനായ സർവശക്തനും സർവജ്ഞനുമായ റബ്ബ് തആല അവൻ പ്രാപഞ്ചിക വസ്തുവല്ല, പ്രപഞ്ചത്തെ ആശ്രയിക്കുന്നുമില്ല. പ്രപഞ്ചാതീതനായ അള്ളാഹുവിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുക്കയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു വസ്തുവിനോടും ഒരു നിലക്കും സാമ്യമാവാതെ വ്യത്യസ്തനായവനാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.